പെൻഷൻ അറിയിപ്പിലേക്ക് സ്വാഗതം. അപ്പം നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടുതൽ ആളുകൾക്ക് വീഡിയോ എത്തിക്കുക. അപ്പം നേരെ ജനുവരി മാസത്തെ വിതരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് തിങ്കളാഴ്ച 3-ാം തീയതി അവസാനിക്കും. അതിന് ഈ ബജറ്റിൽ 17-ാം തീയതി ബജറ്റാണ്. ആ ബജറ്റിൽ ഒട്ടേറെ പ്രഖ്യാപനങ്ങൾ ക്ഷേമ പെൻഷനായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. 3 മാസത്തെ കുടിശ്ശിക തുക അടക്കം ഇതിൽ വിതരണം ചെയ്യാൻ തീരുമാനമാകും. പിന്നെ ഒരുപാട് ആനുകൂല്യങ്ങൾ വരുന്നുണ്ട്. അപ്പം നമുക്ക് എന്തൊക്കെയാണെന്ന് വിശദമായിട്ട് നോക്കാം. 3 മാസത്തെ 4800 2026 തന്നെ വിതരണം ചെയ്യും. ക്രിസ്മസ്, ഇനി വിഷു 2 മാസം, ഓണം 2 മാസം എന്നിങ്ങനെയായിരിക്കും കുടിശ്ശിക തുകയുടെ വിതരണം. അത് കഴിഞ്ഞു ക്ഷേമ പെൻഷൻ ഒരു 1700 1800 എത്താൻ സാധ്യതയുണ്ട്. എന്തായാലും 62 ലക്ഷം വരുന്ന ജനങ്ങൾക്ക് സന്തോഷ വാർത്തയാണ് വരുന്നത്. ക്ഷേമ പെൻഷൻ 100 രൂപയെങ്കിലും മാസം കൂടും. 1700 ആദ്യം രണ്ടാം പിണറായി സർക്കാർ രണ്ടാം പ്രാവശ്യം ഭരണം ഏറ്റെടുത്തപ്പോൾ ഒരു മുഖ്യ അജണ്ടയായിരുന്നു ക്ഷേമ പെൻഷൻ 2500 എത്തിക്കുമെന്ന്. ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ 2500 എത്തിയില്ലെങ്കിലും ഒരു 1700 1800 രൂപയിലേക്ക് എത്തിക്കാൻ ഈ ബജറ്റിൽ തീരുമാനമാകും. എന്തായാലും അത് നമുക്കറിയാൻ ബജറ്റ് വരെ കാത്തിരിക്കണം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. സന്തോഷ വാർത്തയാണ്. ആരും ഫുള്ളായി വീഡിയോ കാണാതെ പോകരുത്.